ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറ്റസമ്മതമൊഴി, രഹസ്യമൊഴി തുടങ്ങിയവയെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു കുറ്റാരോപിതന് കുറ്റം സമ്മതിക്കണം എന്ന് തോന്നിയാൽ ആ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ നിയമത്തിലുണ്ട്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പീഡനങ്ങൾക്കൊക്കെ ഇരയാകുന്ന സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്ന്. അത്തരം മൊഴികളും മറ്റു മൊഴികളുമൊക്കെ രേഖപ്പെടുത്താനും നമ്മുടെ നിയമ സംഹിതയിൽ വകുപ്പുകളുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 164 വകുപ്പാണ് ഇത്തരമുള്ള മൊഴികൾ, കുറ്റസമ്മതമൊഴിയും മറ്റു മൊഴികളും രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പുതിയ ക്രിമിനൽ നടപടി ചട്ടങ്ങളായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 183 ഈ നടപടിക്രമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. നമുക്ക് ആർക്കാണ് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താനുള്ള അധികാരമെന്ന് നോക്കാം. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ലയിലെ ഏത് മജിസ്ട്രേറ്റിനും കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താം. ആ മജിസ്ട്രേറ്റ് കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നത് വിചാരണ തുടങ്ങുന്നതിന് മുമ്പായിരിക്കണം. ഇങ്ങനെ നൽകപ്പെടുന്ന മൊഴികൾ കുറ്റാരോപിതൻ്റെ വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ റെക്കോർഡ് ചെയ്യാവുന്നതുമാണ്. ഇതിലെ ഒരു പ്രധാന കാര്യം, മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താനാകില്ല എന്നതാണ്. ഇത്തരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴി അത് രേഖപ്പെടുത്തിയ മജിസ്ട്രേറ്റ് കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റിന് അയച്ചു നൽകേണ്ടതാണ്. നമുക്കറിയാം, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മാത്രമല്ല, മറ്റ് മജിസ്ട്രേറ്റുമാരുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ജില്ലാ കളക്ടർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. RDO അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. ഈ വെടിവെക്കാനൊക്കെ ഉത്തരവ് കൊടുക്കാൻ അധികാരമുള്ള ആൾക്കാരാണ്. തഹസീൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ്. പക്ഷേ ഇവർക്കാർക്കും തന്നെ കുറ്റസമ്മതമൊഴിയോ മറ്റു മൊഴികളോ രേഖപ്പെടുത്താനുള്ള അധികാരമില്ല. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താനുള്ള അധികാരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർക്ക് മാത്രമാണ്. ഇനി കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെന്ന് നോക്കാം. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയ ആളിനോട് രണ്ട് കാര്യങ്ങൾ കോടതി വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, നിയമപരമായി ഇത്തരം ഒരു മൊഴി നൽകാൻ അയാൾ ബാധ്യസ്ഥനല്ല എന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അയാൾ നൽകുന്ന മൊഴി അയാൾക്കെതിരെ കോടതിയിൽ തെളിവായി സ്വീകരിക്കപ്പെട്ടേക്കാം എന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങളും കോടതി കുറ്റാരോപിതന്, കുറ്റസമ്മതമൊഴി നൽകാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുറ്റാരോപിതന് വിശദീകരിച്ച് നൽകുകയും അത് അയാൾക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെടുകയും വേണം. ഇനി ഈ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നത് പല ദിവസങ്ങളായിട്ടാണെങ്കിൽ ഓരോ ദിവസവും കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കുറ്റാരോപിതനോട് കോടതി വിശദീകരിച്ച് പറയേണ്ടതും അത് അയാൾക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെടേണ്ടതുമാണ്. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിലെ ഒരു പ്രധാന കാര്യം, ആ മൊഴി അയാൾ സ്വമേധയാ പറയുന്നതാണെന്ന് കോടതിക്ക് ബോധ്യം വരണം എന്നതാണ്. അത് കോടതിക്ക് ഉറപ്പ് വരണം. പരപ്രേരണയാലോ പ്രലോഭനത്താലോ ഭീഷണിയാലോ വശംവദനായി കുറ്റാരോപിതൻ അത് പറയുന്നതല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ മുന്നറിയിപ്പുകൾ, അതായത് ഈ മൊഴി പറയാൻ അയാൾ ബാധ്യസ്ഥനല്ല, അയാൾ മൊഴി പറഞ്ഞാൽ അത് അയാൾക്കെതിരെ തെളിവായി ഉപയോഗിച്ചേക്കാം തുടങ്ങിയ കാര്യങ്ങൾ കുറ്റാരോപിതന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം കുറ്റസമ്മതമൊഴി നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും വിചാരം നടത്താൻ അയാൾക്ക് കോടതി അവസരം നൽകണം. ഇതൊരു പക്ഷേ പോലീസോ മറ്റാരെങ്കിലുമോ അദ്ദേഹത്തിന് മേൽ, കുറ്റാരോപിതന് മേൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തിൽ നിന്ന് അയാളെ മുക്തനാക്കാൻ ഉപകരിക്കും. പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് കുറ്റാരോപിതനെ കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിനേക്കായി ഹാജരാക്കുന്നതെങ്കിൽ കോടതി അയാളെ വീണ്ടും വിചാരത്തിന് സമയം കൊടുക്കുന്നതിലേക്കായി ജയിലിലേക്ക് അയക്കും.
ഇങ്ങനെ എത്ര സമയം അനുവദിക്കണം എന്ന് നിയമം നിഷ്കർഷിക്കുന്നില്ല. സാധാരണയായി 24 മണിക്കൂറോ അതിൽ കൂടുതലോ കോടതിക്ക് സാഹചര്യമനുസരിച്ച് നൽകാം. ഇങ്ങനെ വീണ്ടും വിചാരത്തിന് സമയം അനുവദിച്ചതിന് ശേഷം കുറ്റാരോപിതനെ വീണ്ടും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ മുന്നറിയിപ്പുകൾ വീണ്ടും നൽകുകയും കുറ്റാരോപിതൻ മൊഴി പറയാൻ തയ്യാറായത് സ്വമേധയാ ആണെന്ന് കോടതി ഉറപ്പാക്കേണ്ടതുമാണ്. ഈ സമയത്ത് കുറ്റാരോപിതനോട് കസ്റ്റഡിയിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് കോടതിക്ക് ആരായാം. കുറ്റാരോപിതൻ്റെ ദേഹത്ത് എന്തെങ്കിലും ക്ഷതമേറ്റ പാടുകളുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചതാണെന്നും കോടതിക്ക് ആരായാം. കുറ്റാരോപിതനെ വിലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണം. കൂടാതെ കുറ്റാരോപിതനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലുമോ കോടതിയിൽ ഹാജരുണ്ടെങ്കിൽ അവരോട് കോടതി പുറത്തു പോകാൻ പറയണം. ഇനി കുറ്റസമ്മതമൊഴി നൽകുന്നതിന് വേണ്ടി ഹാജരാക്കപ്പെട്ട കുറ്റാരോപിതൻ മൊഴി പറയാൻ വിസമ്മതിച്ചാൽ അയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിടാൻ പാടുള്ളതല്ല. കുറ്റസമ്മതമൊഴി പറഞ്ഞതിന് ശേഷവും കുറ്റാരോപിതനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ പാടുള്ളതല്ല. അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണം പാർപ്പിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുറ്റസമ്മതമൊഴി സ്വമേധയാ പറയുന്നതാണോ അല്ലയോ എന്ന് കോടതി ഉറപ്പുവരുത്തണമെന്ന്. അങ്ങനെ ഉറപ്പുവരുത്തുന്നതിലേക്കായി കോടതിക്ക് കുറ്റാരോപിതനോട് ചോദ്യങ്ങൾ ചോദിക്കാം. അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്കായി ചോദ്യങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്താം. ഇനി മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ കുറ്റാരോപിതൻ മൊഴി പറയുന്നത് സ്വമേധയാ അല്ല എന്ന് ബോധ്യം വന്നാൽ കോടതിക്ക് അവിടെ വച്ച് ഈ മൊഴി രേഖപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാവുന്നതാണ്. കുറ്റാരോപിതന് എഴുതാൻ അറിയാമെങ്കിൽ കുറ്റസമ്മതമൊഴി എഴുതി നൽകാൻ കോടതിക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി കുറ്റസമ്മതമൊഴി നൽകുന്നതിന് മുമ്പ് ഒരു നിയമോപദേശം തേടാൻ അവകാശമുണ്ട് എന്ന കാര്യവും കോടതി കുറ്റാരോപിതനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലംഘനമാവുകയും ഈ കുറ്റസമ്മതമൊഴി തെളിവായി കോടതിയിൽ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ് കുറ്റസമ്മതമൊഴിയുടെ അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ മുന്നറിയിപ്പുകൾ കുറ്റാരോപിതന് നൽകിയെന്നും കുറ്റാരോപിതൻ മൊഴി നൽകിയത് സ്വമേധയാ ആണ് എന്ന് വിശ്വസിക്കുന്നതായും മജിസ്ട്രേറ്റ് മെമ്മോറാണ്ടം രേഖപ്പെടുത്തി ഒപ്പിടേണ്ടതുണ്ട്. ഈ മെമ്മോറാണ്ടത്തിൽ മറ്റൊരു കാര്യവും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് കുറ്റസമ്മതമൊഴി മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തിയതാണെന്നും ആ മൊഴി കുറ്റാരോപിതനെ വായിച്ചു കേൾപ്പിച്ചുവെന്നും മൊഴി ശരിയെന്ന് കുറ്റാരോപിതൻ സമ്മതിച്ചുവെന്നും മൊഴി സത്യസന്ധമായി രേഖപ്പെടുത്തിയതാണെന്നും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തണം. ഈ കുറ്റസമ്മതമൊഴി കുറ്റാരോപിതന് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കാൻ നൽകുകയും അതല്ലെങ്കിൽ കുറ്റാരോപിതനെ വായിച്ച് കേൾപ്പിക്കുകയും വേണം. ഈ മൊഴിയിൽ കുറ്റാരോപിതൻ തുടർന്ന് പറയുന്ന തിരുത്തലുകളും വിശദീകരണങ്ങളും ചേർക്കേണ്ടതുണ്ട്. കുറ്റാരോപിതൻ കുറ്റസമ്മതമൊഴിയിൽ ഒപ്പിടേണ്ടതുണ്ട്. രസകരമായൊരു കാര്യം, കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് കോടതിക്ക് മുമ്പാകെ സത്യമേ ബോധിപ്പിക്കൂ എന്ന പ്രതിജ്ഞ കുറ്റാരോപിതൻ ചൊല്ലേണ്ടതില്ല എന്നതാണ്. കുറ്റസമ്മതമൊഴിയുടെ പകർപ്പ് മൊഴി നൽകിയ കുറ്റാരോപിതന് സൗജന്യമായി മജിസ്ട്രേറ്റ് നൽകേണ്ടതാണ്. ഇനി ഈ കുറ്റസമ്മതമൊഴിയിൽ നിന്നും വിചാരണ വേളയിൽ കുറ്റാരോപിതൻ പിന്മാറിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കുറ്റസമ്മതമൊഴിയുടെ തെളിവ് മൂല്യം കുറയും. അല്ലാതെ കുറ്റസമ്മതമൊഴി അപ്പാടെ നിരാകരിക്കപ്പെടുകയില്ല. ഇനി കുറ്റസമ്മതമൊഴി നൽകിയതിന് ശേഷം വിചാരണ വേളയിൽ കുറ്റസമ്മതമൊഴിയിൽ നിന്നും കുറ്റാരോപിതൻ പിൻവാങ്ങിയാൽ കോടതിയെ കബളിപ്പിച്ചതിന് ശിക്ഷ നൽകുകയുമാവാം. ഇനി ചിലരൊക്കെ മറ്റാരെയെങ്കിലും രക്ഷിക്കുന്നതിലേക്കായി
വ്യാജ കുറ്റസമ്മതമൊഴി നൽകിയേക്കാം. അങ്ങനെ നൽകിയാൽ വരുന്ന ശിക്ഷ എന്തെന്നും കൂടെ നമുക്ക് നോക്കാം. വധശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിലാണ് ഇത്തരത്തിൽ വ്യാജ കുറ്റസമ്മതമൊഴി നൽകുന്നത് എങ്കിൽ ആ മൊഴി നൽകിയയാൾക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷ പോലുമോ ലഭിക്കാം. IPC 1860 ചാപ്റ്റർ 11 പ്രകാരമാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിക്കാവുന്നത്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.